ഇനി ഇന്നത്തെ അറിയിപ്പ്. വനിതാ NRIകൾക്കായി BOB ഗ്ലോബൽ വിമൻ NRO സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ച് ബാങ്ക് ഓഫ് ബറോഡ. അക്കൗണ്ട് ഉപഭോക്താക്കൾക്ക് ഓട്ടോ സ്വീപ്പ് സൗകര്യം വഴി ഉയർന്ന പലിശ നേടാനാകും. BOB ഗ്ലോബൽ വിമൻ NRO സേവിങ്സ് അക്കൗണ്ട് ഉപഭോക്താക്കൾക്ക് ഹോം ലോണുകൾക്ക് കുറഞ്ഞ പലിശ നിരക്കുകൾ, കുറഞ്ഞ പ്രോസസിംഗ് ചാർജുകൾക്കൊപ്പം വാഹന വായ്പകൾ എന്നീ ആനുകൂല്യങ്ങളും നൽകുന്നു. ലോക്കർ വാടകയിൽ 100% ഇളവ്, എയർപോർട്ടുകളിൽ സൗജന്യ ആഭ്യന്തര അന്തർദേശീയ ലോഞ്ച് ആക്സസ് ഉള്ള കസ്റ്റമൈസ്ഡ് ഡെബിറ്റ് കാർഡ്, കൂടാതെ സൗജന്യ വ്യക്തിഗത എയർ അപകട ഇൻഷുറൻസ് പരിരക്ഷ, സേവിങ്സ് അക്കൗണ്ടുകളിൽ NRIകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ആനുകൂല്യങ്ങൾ എന്നിവ ബാങ്ക് ഓഫ് ബറോഡ നൽകും. ബാങ്ക് BOB പ്രീമിയം NRO സേവിങ്സ് അക്കൗണ്ടും നവീകരിച്ചു. മെച്ചപ്പെടുത്തിയ ഇടപാട് പരിധികളുള്ള കസ്റ്റമൈസ്ഡ് ഡെബിറ്റ് കാർഡ്, കോംപ്ലിമെന്ററി ആഭ്യന്തര അന്തർദേശീയ ലോഞ്ച് ആക്സസ്, സൗജന്യ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, സൗജന്യ വ്യക്തിഗത എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ്, കുറഞ്ഞ പ്രോസസിംഗ് ചാർജുകളോടെയുള്ള ഭവനവാഹന വായ്പകളുടെ ഇളവ്, പലിശ എന്നിവ ഉൾപ്പെടെയുള്ള പ്രീമിയം ബാങ്കിംഗ് സൗകര്യങ്ങളും അക്കൗണ്ട് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അനധികൃത കുടിയേറ്റം തടയുന്നതും വിദേശികളുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിനുമായി ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭയിൽ അവതരിപ്പിച്ചു. ദേശീയ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. വിദേശികളുടെ യാത്ര, സന്ദർശനം, ഇടപെടലുകൾ എന്നിവ ഇന്ത്യ നിയന്ത്രിക്കും. ദേശീയ സുരക്ഷ, പരമാധികാരം, സമഗ്രത എന്നിവയ്ക്ക് ഭീഷണിയാകുന്ന വിദേശികളുടെ പ്രവേശനം തടയും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് ബിൽ അവതരിപ്പിച്ചത്. വ്യവസ്ഥകൾ വിദേശ സഞ്ചാരികളുടെ വരവ് നിലയ്ക്കാൻ കാരണമാകുമെന്നും ഭരണഘടനാ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം എതിർത്തു. വിദേശികൾ ഇന്ത്യയിലേക്ക് വരുന്നതും യാത്ര ചെയ്യുന്നതും മടങ്ങിപ്പോകുന്നതും കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്യുന്ന പോയിന്റുകളിലൂടെയാകണമെന്ന് ബിൽ നിഷ്കർഷിക്കുന്നു. രാജ്യത്തെ എത്ര കാലം തുടരാമെന്നതും പ്രദേശങ്ങളുടെ സന്ദർശനങ്ങളെക്കുറിച്ചും കേന്ദ്രം തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യൂണിഫോം നൽകുന്ന കൈത്തറി യൂണിഫോം പദ്ധതിക്കായി 28 കോടി രൂപ കൂടി അനുവദിച്ചു. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള യൂണിഫോം വിതരണം കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാനാണ് നടപടി. നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതിക്കായി 43.5 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായാണ് ഇപ്പോൾ അനുവദിച്ച തുക വിനിയോഗിക്കുക. നെയ്ത്തുകൂലിക്കായി 13.5 കോടി രൂപയും സ്പിന്നിംഗ് മില്ലുകൾക്കുള്ള നൂലിന്റെ വിലയായി 6.85 കോടി രൂപയും നൽകും. ഡൈയിങ് ചാർജിനത്തിൽ 7.5 കോടി, ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർമാർക്കുള്ള വേതനമായി 15 ലക്ഷം എന്നിവയും നൽകും. സർക്കാർ എയ്ഡഡ് പ്രൈമറി, അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കൈത്തറി യൂണിഫോം നൽകുന്ന പദ്ധതി മുൻ വർഷങ്ങളിലേതുപോലെ സമയബന്ധിതമായി തന്നെ നടപ്പാക്കുമെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ജോലി നേടാൻ അവസരം. പ്രൊമോഷൻ കൺസൾട്ടന്റ് തസ്തികയിലാണ് പുതിയ റിക്രൂട്ട്മെന്റ്. BISന്റെ സൗത്ത് റീജിയണൽ ഓഫീസിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക റിക്രൂട്ട്മെന്റാണ് നടത്തുക. എഴുത്തു പരീക്ഷയുടെയും സാങ്കേതിക മികവിന്റെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുക. അപേക്ഷാ ഫോമിലെ വിവരങ്ങൾക്കനുസരിച്ചാണ് ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 50,000 രൂപ പ്രതിമാസ ശമ്പളമായി ലഭിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ BISന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി മാർച്ച് 16.